Next, we have to discussing about the parity generator and parity checker. എന്താ പാരിറ്റി ജനറേറ്റർ, എന്താ പാരിറ്റി ചെക്കർ? അപ്പം ആദ്യം നമ്മൾ പാരിറ്റി ജനറേറ്റർ മീൻസ് ആ വേർഡിൽ നിന്നെല്ലാം നമുക്ക് തന്നെ അറിയാം പാരിറ്റിനെ ജനറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പാരിറ്റിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പാരിറ്റി ചെക്കർ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കോമൺലി നമുക്ക് ആ വേർഡിൽ നിന്നല്ല നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് പാരിറ്റി എന്നാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. അപ്പോൾ പാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് വൈഡ്ലി നമുക്ക് എറർ ഡിറ്റക്ഷൻ ടെക്നിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് പാരിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എററിനെ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ തന്നിരിക്കുന്ന ഡാറ്റയിൽ എന്തെങ്കിലും ട്രാൻസ്മിഷൻസ് ഉണ്ടെങ്കിൽ അത് നടക്കാനും വേണ്ടിയാണ് നമ്മൾ പാരിറ്റീസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് ഒരു ബൈനറി ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ആ ബൈനറി ഡാറ്റാസിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോസസ്സിങ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റാസിൽ മേ ബി എന്തെങ്കിലും നോയിസ് അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഐഡന്റിഫൈ ചെയ്യണതാണ് നമ്മുടെ പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിൻലി നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റാ ബിറ്റ്സിനെ നമ്മൾ സീറോസ് അല്ലെങ്കിൽ വൺസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഒരു പാരിറ്റി ബിറ്റ് നമ്മൾ ആഡ് ചെയ്യണത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒരു വേർഡ് കണ്ടെയ്നിങ് ഡാറ്റ ആയിരിക്കും. അത് നമുക്ക് ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആ ഡാറ്റ എന്ന് പറയുന്നത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് എന്തെന്ന്, പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ബിറ്റ് ഈവൻ ബിറ്റ് ആണോ ഓഡ് ബിറ്റ് ആണോ എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് വരുന്നതാണ് പാരിറ്റി ജനറേറ്ററിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഈവൻ പാരിറ്റി ജനറേറ്ററും ഉണ്ട്, ഓഡ് പാരിറ്റി ജനറേറ്ററും ഉണ്ട്. അപ്പോൾ ഈവൻ പാരിറ്റി ജനറേറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു 3 ബിറ്റ് മെസ്സേജസ് ആണ് നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു 3 ബിറ്റ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജ് ഈവൻ ബിറ്റ് ആണോ പാരിറ്റി ബിറ്റ് ആണോ ജനറേറ്റ് ചെയ്തേക്കണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് വി ഹാവ് ടു യൂസിങ് ദി 3 ഇൻപുട്സ് ആണ് എ, ബി ആൻഡ് സി. ദെൻ അപ്ലൈ ടു ദി സർക്യൂട്ട്. നമ്മളൊരു സർക്യൂട്ടിൽ നമ്മൾ 3 ഇൻപുട്സ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണ്. നമ്മുടെ ഔട്ട്പുട്ട് ബിറ്റ് ആണ് നമ്മുടെ പാരിറ്റി ബിറ്റ്. ആ പാരിറ്റി ബിറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യണതാണ് പി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എത്ര വൺസ് ആണ് നമുക്ക് ഈവൻ ആയിട്ട് വരുന്നത്, അതുപോലെ തന്നെ ഈവൻ പാരിറ്റി ബിറ്റ് ജനറേറ്റ് ചെയ്യണത് പിയിലായിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈവൻ പാരിറ്റി ആണെങ്കിൽ, അതായത് ഈവൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ നമ്മൾ 0 ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യണത്. ഓഡ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ നമുക്കത് 1 ആയിട്ടായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം നമ്മളിവിടെ ഒരു 3 ബിറ്റാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ബിറ്റ് ആയതുകൊണ്ട് ഞാനിവിടെ എ ബി സി ആണ് എൻ്റെ ഇൻപുട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബൈനറി വാല്യൂ ഞാൻ എഴുതി, 3 ബിറ്റ് ബൈനറി കോഡ് എഴുതി ഞാൻ. അപ്പോൾ ബൈനറി കോഡ് എഴുതിയ സമയത്ത് ഇവിടെ നോക്കുക, ഈവൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 0 + 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ, 0 ആണ്. അപ്പോൾ സോ ആ 0 എന്ന് പറയണ കിട്ടുന്നത് എന്തായിരിക്കും, ഈവൻ വാല്യൂ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യണത്, ജനറേറ്റ് ചെയ്യണത്. ഇനി 0 + 0 + 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, 1 ആണ്. അപ്പോൾ സോ എനിക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഓഡ് വാല്യൂ ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യണത്. അപ്പം നമ്മൾ ഇത്രയും മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റിസൾട്ട് 0 ആണെങ്കിൽ അത് ഈവൻ ആയിരിക്കും. അതുപോലെ ഔട്ട്പുട്ട് റിസൾട്ട് 1 ആണെങ്കിൽ അതെന്തായിരിക്കും, ഓഡ് വാല്യൂ ആയിരിക്കും അവിടെ എന്ത് ചെയ്യണത്, ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈവൻ പാരിറ്റി ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ പാരിറ്റി ജനറേറ്ററിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, പാരിറ്റിയുടെ പിയുടെ നമ്മൾ എന്ത് ചെയ്യുക, കെ മാപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ പിയുടെ കെ മാപ്പാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ 3 വേരിയബിൾ കെ മാപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം 3 വേരിയബിൾ കെ മാപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ഗ്രേ കോഡ് എഴുതി നമ്മൾ അതിൻ്റെ വാല്യൂസ് എല്ലാം പോയിന്റ് ഓഫ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ 0 പൊസിഷനിൽ വന്നിരിക്കുന്നത് 0 ആണ്, മറ്റേതിലെല്ലാം 1 ആണ്. അപ്പോൾ നമുക്ക് 1 ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ സിംഗിൾ ഗ്രൂപ്പ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കാരണം വേറെ ഒന്നായിട്ട് നമുക്ക് മിക്സപ്പ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വൺസ് എല്ലാം നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്രഷൻസ് ഫോം ചെയ്ത് ആ എക്സ്പ്രഷനെ നമ്മൾ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ ഫോർമാറ്റിലേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്തു, എ XOR + B XOR C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൂളിയൻ എക്സ്പ്രഷൻ അവിടെ എന്ത് ചെയ്തു, ജനറേറ്റ് ചെയ്തു. ഇനി ഈ എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോജിക് സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന്
ഈവൻ പാരിറ്റി ജനറേറ്റർ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓഡ് പാരിറ്റി ജനറേറ്റർ. അപ്പൊ ഈവൻ പാരിറ്റി കൺസിഡർ ചെയ്ത സെയിം വേ തന്നെയാണ് നമ്മൾ ഓഡ് പാരിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ 3 ഇൻപുട്ട് വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്, ABC. അത് വെച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്യും. അപ്പൊ ഈവനിലും നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഗ്രീനിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈവൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ് എന്തെന്ന് ഇവിടുത്തെ കേസിൽ ഈവൻ പാരിറ്റിയിൽ 0 വരുന്നത്. ഓഡ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ഓഡ് പാരിറ്റി ജനറേറ്ററിലാണെങ്കിൽ ഓഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. മറ്റേതിൻ്റെ അകത്ത് 1 ആയിരുന്നു ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓഡ് ജനറേറ്റർ ആയതുകൊണ്ട് നമ്മൾ 0 ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഈവൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും? 1 ആയിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 3 സീറോസ് നമ്മൾ ആഡ് ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരുന്നു? ഈവനിൽ 0 ആയിരുന്നു. അതെന്തുകൊണ്ടാ? ഈവനിൽ 0നെയാണ് നമ്മൾ ഈവൻ ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഓഡിന്റെ കേസിൽ നമുക്ക് എന്താ കിട്ടുന്ന വാല്യൂ 0 ആണെങ്കിലും നമുക്കത് എന്തായിരിക്കും? 1 ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണത് അവിടെ ഡിനോട്ട് ചെയ്യണത്. അപ്പൊ അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഓടും ഈവനും തമ്മിൽ ചേഞ്ചസ് ഉള്ളൂ. ഇനി അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ബൂളിയൻ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക. അതായത് പാരിറ്റി ഓഡിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് ലോജിക് ഡയഗ്രാം എന്ത് ചെയ്യുക? പ്ലോട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നതാണ് പാരിറ്റി ചെക്കർ. അപ്പൊ പാരിറ്റി ജനറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണെന്ന് പാരിറ്റി ജനറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ പാരിറ്റി ചെക്കർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഈവൻ പാരിറ്റി ജനറേറ്റ് ചെയ്തു, ഓഡ് പാരിറ്റി ജനറേറ്റ് ചെയ്തു. ഇനി ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസുകൾ വരാം, എന്തെങ്കിലും നോയ്സസുകളും കാര്യങ്ങളും വരാം. അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത്, അതായത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടോ, എന്തെങ്കിലും എറേഴ്സുകൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എന്തെന്ന്? പാരിറ്റി ചെക്കർ എന്ന് പറയുന്നത്. അപ്പൊ പാരിറ്റി ചെക്കറിൽ നമ്മൾ 2 പാരിറ്റി ചെക്കറാണ് നമുക്കുള്ളത്. ഈവൻ പാരിറ്റി ചെക്കറും ഉണ്ട്, ഓഡ് പാരിറ്റി ചെക്കറും ഉണ്ട്. അപ്പൊ ഈവൻ പാരിറ്റി ചെക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നത് നമ്മളിവിടെ ഒരു 3 ഇൻപുട്ട് മെസ്സേജസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യണത്. ദാറ്റ് ഈസ് അലോങ് വിത്ത് ദി പാരിറ്റി ബിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ് ദി ടൈം ഓഫ് ദി ട്രാൻസ്മിറ്റിംഗ് എൻഡ് ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ 4 ബിറ്റ്സ് ആയിട്ടായിരിക്കും നമുക്ക് ഇൻപുട്സിന് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു എണ്ണം നമുക്ക് പാരിറ്റി ആയിട്ടായിരിക്കും നടക്കുന്നത്, ബാക്കി 3 എണ്ണം നമ്മുടെ എന്താ നോർമൽ നമ്മുടെ 3 ബിറ്റിന്റെ ആ ഇൻപുട്ട് തന്നെയായിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ 4 ബിറ്റ് നമ്മൾ സർക്യൂട്ടിൽ നമ്മൾ റിസീവ് ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈവൻ നമ്പർ ഓഫ് വൺസ് ആകാൻ കിട്ടുന്നത്. അതാണ് നമുക്ക് എന്തെന്ന്? ഈവൻ പാരിറ്റി ചെക്കർ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഇറർ ഒക്വയർ ചെയ്തു, ദാറ്റ് മീൻസ് എന്തെങ്കിലും മെസ്സേജ് നമ്മൾ റിസീവ് ചെയ്യണ സമയത്ത് നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്നത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് പാരിറ്റി ചെക്കർ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യണതാണ് നമ്മുടെ PEC എന്ന് പറയുന്ന ടേം വെച്ച്. അതാണ് പാരിറ്റി എറർ ചെക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഈ തന്നിരിക്കുന്ന ടേബിൾ നമുക്ക് ഷോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ പാരിറ്റി ചെക്കറിൽ നമുക്ക് PEC ഈക്വൽ ടു 1 ആണെങ്കിലാണ് ഈവൻ പാരിറ്റി ചെക്കർ, അതായത് അവിടെ എറർ ഒക്വയർ ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇപ്പൊ സപ്പോസ് എനിക്ക് ഓഡ് നമ്പേഴ്സ് ആണ് നമുക്ക് റിസീവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പാരിറ്റി എറർ ചെക്കർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ അവിടെ ഒരു എററും നമുക്ക് എന്ത് ചെയ്യണില്ല? ഫോം ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈവൻ പാരിറ്റി ചെക്കർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് എന്താ 3 ഇൻപുട്സും ഉണ്ട്. അതുപോലെ 4ാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ? എൻ്റെ പാരിറ്റി ബിറ്റ് ആയിരിക്കും. അപ്പം നമ്മൾക്ക് ഇവിടെ നമ്മൾ ഒരു പാരിറ്റി എറർ ചെക്കർ യൂസ് ചെയ്യുന്നുണ്ട്. പാരിറ്റി എറർ ചെക്കർ ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് CP ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പാരിറ്റി എറർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ PEC ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അവിടെ നോ എറർ ആയിരിക്കും. PEC ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എറർ വരുള്ളൂ. അപ്പൊ ഓഡ് പാരിറ്റി ആണെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഈവൻ പാരിറ്റി ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? 0 ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഈവൻ പാരിറ്റി ജനറേറ്ററിന്റെ സെയിം വേ തന്നെ. അപ്പൊ ഇവിടത്തെ കേസിൽ നോക്കിക്കേ, 0 0 0 3 സീറോസ് നമ്മൾ ആഡ് ചെയ്തു. എൻ്റെ പാരിറ്റി ബിറ്റ് 0 ആണ്. അപ്പൊ പാരിറ്റി ബിറ്റ് 0 ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താ? അത് ഈവൻ പാരിറ്റി ആണ്. അപ്പൊ ഈവൻ പാരിറ്റി ആയതുകൊണ്ട് നമുക്ക് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എനിക്ക് 3 സീറോയും പിന്നെ ഒരു 1ഉം ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും വന്നാ? 1 ആയിരിക്കും ഫോം ചെയ്യണത്. അപ്പൊ അതെന്തായിരിക്കും? ഓഡ് പാരിറ്റി ആയിരിക്കും. അപ്പം PEC 1 ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് വന്നു? എറർ വന്നു. അതാണ് അവിടെ
ഉദ്ദേശിക്കുന്നത്. ഇനി ഈ തന്നിരിക്കുന്ന PEC വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, PECയുടെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക കെ മാപ്പ് യൂസ് ചെയ്ത്. അപ്പം നമ്മൾക്ക് ഈ കെ മാപ്പ് യൂസിങ് നമുക്ക് നേരത്തെ ഇതിലും സെയിം തന്നെയാണ്. നമ്മുടെ ഈവൻ പാരിറ്റി ജനറേറ്ററിൻ്റെ കേസിലുള്ള സെയിം കെ മാപ്പ് പോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും പാരിറ്റി ചെക്കറിൻ്റെ കേസിൽ നമുക്ക് വരുന്നത്. ഓൾട്ടർനേറ്റീവ് വൺസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, PECയുടെ എക്സ്പ്രഷൻ എഴുതുക. ആ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും റെഡ്യൂസ്ഡ് ഫോർമാറ്റിലേക്ക് മാറ്റുക. ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ലോജിക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓഡ് പാരിറ്റി ചെക്കർ. അപ്പോൾ ഓഡ് പാരിറ്റി ചെക്കർ സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. ഓഡ് പാരിറ്റി ചെക്കറിൽ നമുക്ക് ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ PEC = 1 ആകുമ്പോഴാണ് നമുക്ക് എന്ത് വന്നേക്കണത്, എറർ വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ PEC = 1 ആകുമ്പോൾ നമുക്ക് അവിടെ എന്തേ ഉള്ള എറർ ഒക്കർ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടുത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് PEC = 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെസ്സേജ് അവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓഡ് പാരിറ്റി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യണ്ട, നമുക്ക് ആ കറസ്പോണ്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ട്രൂത്ത് ടേബിളിലും അതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ട്രൂത്ത് ടേബിളിൻ്റെ കേസിലും സെയിം വേ തന്നെയാണ്. നമുക്ക് നേരത്തെ ഈവൻ പാരിറ്റിക്കായിരുന്നു 0 കൊടുത്തത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഓഡ് പാരിറ്റിക്ക് എന്ത് ചെയ്തു, നമ്മൾ 1 കൊടുത്തു. അപ്പം മറ്റേ ഈവൻ പാരിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫോം ചെയ്തു. അപ്പോൾ 0 0 0 എന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ 1 ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ 1 വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താ, അത് ഓടാണ്. പക്ഷെ ഓട് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും, 0 ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ എന്താ, നമ്മൾ കെ മാപ്പ് യൂസ് ചെയ്യുക. ഇപ്പോൾ 4 വേരിയബിൾ കെ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. മറ്റേതിൽ 3 വേരിയബിൾ ആയിരുന്നു. ഇവിടെ 4 വേരിയബിൾ കെ മാപ്പ് യൂസ് ചെയ്ത് എക്സ്പ്രഷൻ റെഡ്യൂസ്ഡ് ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യുക, മാറ്റുക. ഡയഗ്രാം എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് പാരിറ്റി ജനറേറ്റർ ആൻഡ് പാരിറ്റി ചെക്കർ എന്ന് പറയുന്നത്.